ട്രംപ് ചെയ്യുന്നത് എന്തെന്ന് ട്രംപ് പോലും അറിയുന്നില്ല. വ്യാഴാഴ്ച യുദ്ധം തീർന്നതായിട്ട് കരാർ ഒപ്പിടും. എന്നിട്ട് വെള്ളിയാഴ്ച പറയും ഇറാനെ പൊടിക്കുമെന്ന് പറയും. അതുപോലെ അടുത്ത വീണ്ടും ശനിയാഴ്ച വീണ്ടും വേറെ വർത്തമാനം പറയും, ചർച്ചയിലാണെന്ന് പറയും. ഞായറാഴ്ച പറയും ഇത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക എന്ന് പറയും. ഇത് ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്ന് ലോകത്തിലുള്ള ആർക്കും അറിഞ്ഞുകൂടാ. ആ രീതിയാണ് ട്രംപ്. അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല. എന്തോ സാരമായ തകരാറുണ്ട്, അത് പല കാര്യങ്ങളും കൊണ്ടുണ്ട്. ഇപ്പോൾ വാഴ്സ കൊട്ടാരത്തിൽ വെച്ച് ഈ വ്യാഴാഴ്ചയാണ് ട്രംപ് നല്ല കറുത്ത തിക്കായിട്ടുള്ള മഷി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പിട്ടത്. ഏതിൽ? ഇറാനുമായിട്ടുള്ള കരാർ, അതായത് യുദ്ധം നിർത്തുന്ന കരാറിൽ ഒപ്പിട്ടത്. പെഷസ്കിയാൻ ഇറാൻ്റെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്കിയാനും ഈ കരാർ ഒപ്പിട്ടു. അത് സ്വിറ്റ്സർലൻഡ് വെച്ചാണ്. രണ്ടുപേരും നേരിട്ട് തമ്മിൽ ഒന്നിച്ച് ഇരുന്നുകൊണ്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇതങ്ങ് ഡിക്ലെയർ ചെയ്തു ട്രംപ്, ഇതുപോലെ തന്നെ ഇതെല്ലാം റെഡിയായി, മൊത്തം തീർന്നു, യുദ്ധമില്ല ഇനി എന്ന്. അതിൻ്റെ കരാറുകൾ കുറച്ച് രസമുള്ള കാര്യമാണ്. ഹോർമൂസ് കടലിടുക്ക് അൺകണ്ടീഷണലായിട്ട് തുറന്നു കൊടുക്കുക. അത് ഇറാൻ തുറന്നു കൊടുക്കാമെന്ന് സമ്മതിച്ചു, തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇറാന് മേലുണ്ടായിരുന്ന എല്ലാ ഉപരോധവും അമേരിക്ക യാതൊരു ഉപാധികളുമില്ലാതെ പിൻവലിച്ചു മുഴുവൻ. അപ്പോൾ ഇറാന് ഇഷ്ടമുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇറാൻ അണുവായുധം ഉണ്ടാക്കുകയില്ല എന്നവർ സമ്മതിച്ചു. പിന്നെ അവരുടെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ലൈറ്റാക്കാം എന്നുള്ളതും അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷേ അതിനകത്ത് വേറൊരു വലിയ കാര്യം കൂടെ ഉണ്ട്. അതായത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ഒരു കാര്യം അതിനകത്ത് ട്രംപ് ഉൾപ്പെടുത്തി. വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാണ്. കാരണം യുദ്ധം തീർക്കണമെങ്കിൽ അതേ മാർഗമുള്ളൂ. ഇറാൻ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവരുടെ ഒരു 100 പേര് മരിക്കുമ്പോൾ ഒരു 10 അമേരിക്കക്കാരെങ്കിലും അവർ കൊല്ലും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതി വരും എന്തായാലും. അത് മാത്രമല്ല, അമേരിക്കൻ താവളങ്ങൾ മുഴുവൻ, എല്ലാ ഗൾഫ് കൺട്രീസിലെ മുഴുവൻ പടർന്നു കിടക്കുന്ന അമേരിക്കൻ താവളങ്ങളുണ്ട്, സൈനിക താവളങ്ങൾ. അത് മുഴുവൻ ആക്രമിക്കുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനൊരു എഗ്രിമെൻ്റ് ആയിട്ട് മുമ്പോട്ട് വന്നത്. അതിനകത്ത് പറഞ്ഞത് ഇറാൻ്റെ പുനരുദ്ധാരണത്തിന് ശരിയാണ്. ഇറാൻ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ആ ടെഹ്റാനിലുണ്ടായേക്കുന്ന നാശനഷ്ടങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ഒരു സിറ്റി പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇല്ലാതായി. ആ രീതിയിലായി. ഒരൊറ്റ നല്ല കെട്ടിടങ്ങൾ പോലും ഓടില്ല, മുഴുവൻ ബോംബ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. അത് മിസൈലും ഒക്കെ അടിച്ച്. അപ്പോൾ അതേപോലെ തന്നെ ഇസ്രയേലിലത് ഇറാനും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിലെ വൻ നഗരങ്ങൾ രണ്ടും, ജെറുസലേമും അതുപോലെ ഇസ്രയേലിൻ്റെ ടെല്ലവീവും മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇതാർക്ക് വേണ്ടി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഇറാൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി $300 ബില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അത് ആ എഗ്രിമെൻറ്റിനകത്തുള്ളതാണ്. $300 ബില്യൺ. അത് 6 മന്ത്സിന് 6 മാസത്തിനകത്ത് വെച്ച് ഇത് കൊടുക്കണം. അതാണ്. അപ്പോൾ 300 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതുമ്പോൾ ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കാൻ പോലും നമുക്ക് ഒക്കത്തില്ല. അത് അത്രയും വലിയൊരു തുകയാണ്. ഏതായാലും അങ്ങനൊരു രീതിയിൽ അവിടെ ഏതാണ്ട് സമാധാനം പുലർന്നു തുടങ്ങി. ഹോർമൂസിലൂടെ കപ്പലുകൾ യഥേഷ്ടം ഇപ്പോൾ സഞ്ചരിച്ചു തുടങ്ങി. കുഴപ്പമില്ല. ഇന്ത്യയിലേക്ക് ആയാലും ഓയിൽ ടാങ്കർ വന്നു. പിന്നെ അതിനകത്ത് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതങ്ങോട്ട് തീർന്നു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മുഴുവൻ, അതായത് ഈ സെൻസെക്സ് എല്ലാത്തിൻ്റെയും അത് എല്ലാം ഓഹരി വിപണി മുഴുവൻ കുത്തനെ കയറി, മേലോട്ട് കയറി.
നഷ്ടമൊക്കെ മാറ്റി. അതേപോലെ തന്നെ ക്രൂഡിൻ്റെ വില $110 വരെ എത്തിയതാണ്. അത് നേരെ ഇടിഞ്ഞ് $75 വന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ള നമ്മുടെ സർക്കാർ ഇഷ്ടംപോലെ വലിയ വില കൂട്ടിയല്ലോ ഇത് വെച്ചുകൊണ്ട്. ഇപ്പോൾ ഇനി ക്രൂഡിൻ്റെ വില അങ്ങ് ഇടിയുമ്പോൾ ഇത് പഴയ റേറ്റിന് പോകുമല്ലോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിരിക്കാനുള്ളതാണ്. ഒന്ന് കാത്തിരിക്കണം, അതേ അറിയാമൊക്കുള്ളൂ. അത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂട്ടിയതാണ്. കമ്പനികൾക്ക് യഥേഷ്ടം ഇഷ്ടം പോലെ തോന്നിവാസം പോലെ കളിക്കാനുള്ള മാർഗം ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. ഇനി അത് പോയിക്കോട്ടെ. ഇത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ട്രംപിന്, അതായത് അവിടുത്തെ റിപ്പബ്ലിക്കൻസ് തന്നെ ഒരു ഭാഗം ട്രംപിനെതിരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അമേരിക്കയിൽ, അതായത് ഇത് തുടച്ചു നീക്കും, ഇറാനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ യുദ്ധമാണ് ഇപ്പോൾ ഇതിവിടെ വെച്ച് ഇങ്ങനെ നിർത്തുന്നു. ഈ കരാറിൽ കൊണ്ട് നിർത്തുകയാണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിന് ബഹളമുണ്ട് അവിടെ. അങ്ങനെയും ഉണ്ട് അമേരിക്കയിലും. അപ്പോൾ ട്രംപിന് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് ഇനിയും ഉണ്ടാവും. ഒരെങ്കിൽ ഈ $300 ബില്യൺ കൊടുക്കണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ ട്രംപ് അതിൽ നിന്നൊന്ന് കാല് മാറി തുടങ്ങി. പറഞ്ഞത് അത് ഈ $300 ബില്യൺ അമേരിക്കയല്ല കൊടുക്കേണ്ടത്, ബാക്കി ഇസ്ലാമിക് കൺട്രീസ് എല്ലാം കൂടെ കൊടുക്കേണ്ടതെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് ഇറാനെ ചൊറിഞ്ഞ് UAE ഇറാൻ ആക്രമിച്ചു, ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ വരുത്തി. ബഹ്റൈൻ എന്ന് പറയുന്നത് ഇല്ലാതായി, ആ രീതിയിലാക്കി. ഒമാനിനെ ആക്രമിപ്പിച്ചു, കുവൈറ്റിൽ വൻ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഇതെല്ലാം അമേരിക്ക ചെയ്യയുടെ പ്രവൃത്തി കൊണ്ട് വന്നതാണ്. സൗദിയിൽ നാശമുണ്ടായി. ഇതെല്ലാം വന്നു. ഇതൊക്കെ ഉണ്ടായത് അമേരിക്ക കയറി ഇറാനെ ചൊറിഞ്ഞ് കുഴപ്പമുണ്ടാക്കിയതാണ്. എന്നിട്ടിപ്പോൾ അയാൾ പറയുന്നത് എന്താ, ഈ പണം ഉണ്ടല്ലോ, ഈ $300 ബില്യൺ കൂടെ ഇവർ കൊടുക്കണമെന്ന് കേട്ടോ. അതാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഇതിൻ്റെ ആ യുക്തിരാഹിത്യമില്ലായ്മ, അയാൾ എന്താ പറയുന്നതെന്ന് അയാൾക്കറിയില്ല. അതാണ് പ്രശ്നം. അതിനോടൊപ്പം വലിയൊരു അബദ്ധം കൂടെ പറഞ്ഞു വെച്ചു. ഇവിടെ G7 ഉച്ചകോടി നടക്കാറുണ്ടല്ലോ. അപ്പോൾ നരേന്ദ്രമോദിയൊക്കെ പോയിരുന്നു G7 ഉച്ചകോടിയിൽ. അവിടെ ഒരു പ്രൗഢയായ വനിതയാണ് ഈ ഇറ്റലിയുടെ പ്രധാനമന്ത്രി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണി. അവർ വളരെ പ്രൗഢയായ ഒരു വനിതയാണ്, വളരെ ധൈര്യസമേതം മുമ്പോട്ട് പോകുന്ന ആണ് ഒരു വനിതയാണ്. അപ്പോൾ അവർ ട്രംപിനോട് എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കാണുമല്ലോ, G7 ഉച്ചകോടി കാണുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ അത് കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ, പരസ്യമായിട്ട് അത് La7 എന്ന് പറയുന്ന ഒരു ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ട്രംപ്. മെലോണി എൻ്റെ അടുത്ത് യാചിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ, ഇയാളെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാനേ അവർ യാചിച്ചെന്ന് ആണ് പറഞ്ഞത്. അതിനവർ മറുപടി പറഞ്ഞു. ശരിയായിട്ട് അവർ പ്രതികരിച്ചത് അവർ പറഞ്ഞത്, ഇറ്റലിയോ ഞാനോ ഒരിക്കലും ആരോടും യാചിക്കാറില്ല, ആ സ്വഭാവക്കാരല്ല ഞങ്ങൾ എന്ന്. അപ്പോൾ അന്റോണിയോ ടജാനി എന്ന് പറയുന്ന അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ, ഇറ്റലിയുടെ ഫോറിൻ മിനിസ്റ്റർ അമേരിക്കയിൽ നിന്ന് പോകേണ്ടതാണ്. അബ്രപ്റ്റായിട്ട് അദ്ദേഹം ആ യാത്രയും ക്യാൻസൽ ചെയ്തു. കാരണം ഇത്രയും ഒഫെൻസീവായിട്ട് അവരുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് സംസാരിച്ച ഒരൊറ്റ കാരണം കൊണ്ട് ആ യാത്ര ക്യാൻസൽ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഇയാൾ എന്താ പറയുന്നതെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല. ഒരു സ്ത്രീയെ ഇങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? അമേരിക്കൻ പ്രസിഡൻ്റാണ്, ആ സ്ഥാനത്തിരുന്നുകൊണ്ടാണ് ഇതേപോലെ പറയുന്നത്. എന്തെങ്കിലും കാര്യമുള്ളതാണോ? അയാളുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാൻ യാചിച്ചെന്നാണ് മെലോണി. അവസാനം അവർ അതിന് ശരിക്ക് പ്രതികരിച്ചിട്ടുണ്ട്, നന്നായിട്ട്. വളരെ വളരെ കാര്യമായിട്ട് അവർ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് ഈ കരാറ് മുമ്പോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് ഉള്ള യാത്ര അതായത് ഇന്നലെ സ്വിറ്റ്സർലൻഡിൽ എത്തേണ്ടതാണ് ഈ കരാറിന് നടത്തിപ്പിന് വേണ്ടി. പക്ഷേ ആ യാത്ര ക്യാൻസൽ ചെയ്തിരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല. ഇനി വരുന്ന മുറയ്ക്ക് നമുക്ക് കാണാം.